ആഴങ്ങളിൽ അകലെ ആഴങ്ങളിൽ നിന്നും തീരത്തടുക്കുന്ന മത്സ്യയാനങ്ങൾ. ഓരോ തീരവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല, ജീവിതങ്ങളുമാണ്. കടൽ മക്കളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ഷിബു, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറ സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. നല്ലൊരു മത്സ്യത്തൊഴിലാളിയും വിശ്വാസിയുമായ ഷിബു മനസ്സ് തുറക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിബു. ഞാൻ ആലപ്പുഴ പുന്നപ്ര സെൻറ്റ് ജോസഫ് ഫെറോന ഇടവക അംഗമാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ കടലിൽ പോകാൻ തുടങ്ങിയത്. 40 വർഷമായി ഞാൻ കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 അംഗങ്ങളാണ്. അച്ഛനും അമ്മയും കൂട്ടി 4 സഹോദരങ്ങൾ. അപ്പോൾ അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അച്ഛനാണ് എന്നെ ആദ്യം കടലിലോട്ട് കൊണ്ടുപോകുന്നത്. ആ സാഹചര്യത്തിലൊക്കെ അന്നിവിടെ ഭയങ്കര ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വീട്ടിലവർക്ക് പെങ്ങന്മാർക്കൊക്കെ പഠിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ അങ്ങനെ കടലിൽ പോയി തുടങ്ങി. വീട്ടിൽ ഞങ്ങൾക്ക് ചെറിയ വള്ളം ഉണ്ടായിരുന്നു. ആ വള്ളത്തിലാണ് ആദ്യമായി ഞാൻ പോയി തുടങ്ങുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മൾ പണിക്ക് പോയിട്ട് അച്ഛനെ സഹായിക്കുകയും കുടുംബത്തിൻ്റെ കാര്യങ്ങളെ വെച്ച് ഇപ്പോൾ ഞാൻ 40 വർഷമായി കടലിൽ പോകാൻ തുടങ്ങിയിട്ട്. കടലിൽ നല്ല എക്സ്പീരിയൻസൊക്കെ ഉണ്ട് ഇപ്പോൾ. അതിനിടയ്ക്ക് ഒരുപാട് രീതിയിലൊക്കെ പണിക്കൊക്കെ പോയി. ഇവിടുന്ന് നാട് വിട്ട് നമ്മൾ മംഗലാപുരം, ബേപ്പൂർ, കോഴിക്കോട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ പോകാറുണ്ട്. പിന്നെ ബോട്ടിൽ പോകുന്ന സമയത്ത് 22 ദിവസം വരെ ഞാൻ കടലിൽ കിടന്നിട്ടുണ്ട്. എൻജിൻ ട്രോളായിട്ടല്ല, മീൻ പിടിക്കാനായിട്ട് പോയി 22 ദിവസം വരെ കടലിൽ കിടന്നിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മീൻ പിടിച്ചാണ്. ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മീൻ പിടുത്തങ്ങളും മീനിൻ്റെ ലഭ്യതകളൊന്നും ഇപ്പോൾ ഇല്ല. കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായി ബുദ്ധിമുട്ടി അങ്ങനെ ജീവിച്ചു വന്നാണ്. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയും, പിന്നെ ഈ പ്രാർത്ഥന സംഘടനകളിലൊക്കെ നമ്മൾ പോയി, പിന്നെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ കടലിൽ പോകാറുള്ളത്. വിശ്വാസം ഭയങ്കരമാണ് കടലിൽ പോകുന്നവർക്ക്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കരയെന്ന് വിട്ട് കഴിഞ്ഞ് തിരിച്ചണയുന്നവരെ നമുക്ക് നല്ല വിശ്വാസമായിട്ടാണ് പോകുന്നത്. കാര്യം നമ്മൾ ഈ 20 ദിവസം 22 ദിവസം വരെയൊക്കെ കടലിൽ കിടന്ന് മീൻ പിടിക്കാൻ പോയതല്ലേ. പ്രാർത്ഥനയാണ് നമ്മുടെ മെയിനായ പ്രശ്നം. പിന്നെ തിരിച്ചു വരുമ്പോഴല്ലേ നമുക്ക് ഉറപ്പുള്ളത്. കാര്യം നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ്. ഞങ്ങളിവിടുന്ന് ഗുജറാത്തിൻ്റെ തീരം വരെ പോയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോകാൻ പറ്റില്ല. കാര്യം നമുക്ക് അവിടെ ഒന്നും പോയി മീൻ പിടിക്കാനുള്ള ഇതൊന്നുമില്ല. കാര്യം ഇപ്പോഴത്തെ ഇന്ധന വിലയ്ക്കൊന്നും നമുക്ക് അവിടെ നിന്ന് പോകാൻ അതുകൊണ്ട് നമുക്ക് രക്ഷയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ്. പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് പോകുന്നത് മീൻ പിടിക്കാൻ. അതിന് നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ തിരികെത്തിച്ച് പ്രാർത്ഥനയും എല്ലാവരും കൂടി പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മൾ ബോട്ടായാലും വള്ളമായാലും നമ്മൾ കടലിലേക്ക് പോകുന്നത്. അത് മീൻ കിട്ടും. വലയിടാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കും. വലയിട്ട് പ്രാർത്ഥിച്ചിട്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടേലും ഇല്ലേലും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നയിച്ചു പോകുന്ന കടലിൽ. കാറ്റും കോളും നമ്മുടെ സീസൺ ടൈമിന് ഒരുപാട് കാറ്റും കോളും ഒക്കെ പിടിച്ച് മത്സ്യബന്ധനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് പിടിക്കാനൊക്കാതെ തിരിച്ച് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കൂടെ നിന്ന് ബോട്ടുകളൊക്കെ അപകടപ്പെട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ഇങ്ങനെ വലിയ അപകടങ്ങളായിട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. ആൾ മരിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ പണിയെടുത്തിട്ട് ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഇതുവരെ ഒരു അപകടമായിട്ട് വലിയൊരു വന്നിട്ടില്ല. ചെറിയ ചെറിയ ആക്സിഡൻറ്റും അപകടങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. വലിയൊരു അപകടമായിട്ടല്ല ഇതില്ല. നമ്മുടെ കൂടെ വന്നിരുന്ന കൂട്ടുബോട്ടിൽ നിന്ന് ആളൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയതാണ്. കാറ്റും മഴയ്ക്ക് നമുക്കുണ്ടായ ഒരു അനുഭവമാണത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ട് വരുന്ന ബോട്ടിൽ നിന്ന് ഒരാൾ തെറിച്ച് പോയി മരിച്ചിട്ട് നമുക്ക് തിരിച്ച് തിരഞ്ഞെടുക്കാനൊക്കാത്തൊരു കാലാവസ്ഥയായിപ്പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയിൽ പിന്നെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ബോഡികളൊക്കെ കടലിൽ നിന്ന് കിട്ടിയത്.
അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നാണ് വന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ ആധുനികമായ മീൻപിടുത്തവും കാര്യങ്ങളും നമുക്ക് വയർലെസ് സംവിധാനം തന്നിട്ടുണ്ട്. അപകടങ്ങളുണ്ടെങ്കിൽ നമ്മളടുത്ത് വിളിച്ചു പറയാനുള്ള മൊബൈൽ സംവിധാനമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാലഘട്ടത്തിൽ വ്യത്യാസം വന്നപ്പോൾ ഇപ്പോൾ അപകടങ്ങൾ പൊതുവെ കുറഞ്ഞ്. അന്നത്തെ കാലത്തിൽ ഇങ്ങനെയുള്ള വയർലെസ് സംവിധാനങ്ങളോ അതൊന്നുമില്ല. നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് എവിടെയെങ്കിലും കര വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയിക്കുന്നത്. അന്ന് ഫോൺ സംവിധാനമൊന്നുമില്ല. ഫോണുണ്ട്, നമ്മുടെ ടെലിഫോണുണ്ട്, മൊബൈൽ സംവിധാനമൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അതൊക്കെ. ആ കാലഘട്ടത്തിൽ നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഏത് കരയിലാണ് എത്തിയിട്ട് അവിടുന്ന് നമ്മൾ ലൈൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അപകടങ്ങൾ തന്നെ നമുക്ക് കരയിൽ നിന്ന് വിളിച്ച് പറയാനോ ആ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് വയർലെസ് സംവിധാനങ്ങൾ ബോട്ടിലേക്കും വള്ളങ്ങൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും അപകടമോ കാര്യമോ അല്ല കാറ്റോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ മോശമായ രീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. മൊബൈൽ സംവിധാനം വന്നപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ അറിയാറുണ്ട്. ആദ്യമായി എൻ്റെ അച്ഛനാണ് എന്നെ കടലിൽ കൊണ്ടുപോയത്. ചെറു വള്ളത്തിൽ തണ്ട് വലിച്ചാണ് ഞങ്ങൾ പോയത്. തണ്ട് വലിച്ച് പോയിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എന്നെ പറ്റേ അങ്ങ് പിടിച്ചിരുത്തിയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചു തന്നു. എന്നെ ഇരുത്തിയിട്ടുണ്ട്. എന്നെ ഒന്നും ഇത് ചെയ്യിച്ചില്ല. അപ്പോൾ ഇതൊക്കെ എന്നെ കാണിച്ചു തരുന്നതായിരുന്നു. എൻ്റെ ഒരു 9 വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് കടലിൽ കൊണ്ടുപോകുന്നത്. എന്നെ അങ്ങ് പറ്റ ഇരുത്തി കൊണ്ടുപോയിട്ട് ഇതെല്ലാം കാണിച്ചു തന്നിട്ട്, അന്ന് ഈ ഡോൾഫിനൊക്കെ നമുക്ക് ഭയമായിരുന്നു. ഇത് കടിക്കുമെന്നുള്ളൊരു ഭയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ പറഞ്ഞ് നമ്മളെ എല്ലാ ഭയങ്ങളെല്ലാം മാറ്റി ആദ്യം നമ്മുടെ ഫാദറാണ് നമ്മളെ തണ്ട് വലിച്ചു പോകുന്ന ചെറുവള്ളത്തെ നമ്മളെ കൊണ്ടുപോയത്. എൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ ഇവിടെ അറിയപ്പെടുന്നൊരു സ്രാങ്കായിരുന്നു. അപ്പോൾ പുള്ളിയെക്കുറിച്ച് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരൊക്കെ പറയുന്നു, പുള്ളി പോകുന്ന വള്ളത്തിലൊക്കെ ഒരുപാട് മീനൊക്കെ കിട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് കുറേ ചെറുപ്രായത്തിൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ടുപോയെങ്കിലും പുള്ളി നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചു തരികയൊക്കെ ചെയ്തെങ്കിലും നമ്മളോട് വല്ല ഇതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മീൻപിടുത്ത രംഗത്തെല്ലാം നമ്മളെ നന്നായി പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഫാദർ തന്നെയാണ്. നമ്മുടെ ഫാദർ പഠിപ്പിച്ചതനുസരിച്ച് തന്നെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ടുള്ളത്. അതിന്നും അങ്ങനെ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വിശ്വാസമാണ്. മാതാവിൻ്റെ വിശ്വാസവും യേശുവിൻ്റെ വിശ്വാസവും ഭയങ്കരമായ വിശ്വാസത്തിലാണ് എല്ലാവരും പോകുന്നത്. അത് മതസ്ഥർ വന്നാലും അവർ നമ്മളിൽ വിശ്വസിച്ചാണ് അവരും കടലിൽ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിന് കുറവൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. നമ്മൾ മീൻ കാണാതിരിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ. മീൻ കാണിച്ചു തരണേ, ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കടലിൽ പോകാൻ നേരത്ത്, ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ രാവിലെ പോകാനായിട്ട് നമ്മൾ വരാൻ നേരത്ത് എല്ലാവരും കൂടി തിരികെ തെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയയും സൃഷ്ടിനെയൊക്കെ ചൊല്ലി നമ്മളിവിടുന്ന് കടലിലോട്ട് പോകാറുണ്ട്. പോയിട്ട് നമ്മൾ വലയിടുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് വലയിടൽ. അപ്പം അങ്ങനെയാണ് ഇവിടെ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ദൈവവിശ്വാസത്തിലാണ് പോകുന്നത്. ദൈവത്തിനെ മാത്രം വിറ്റുനോക്കിയാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വിശ്വാസങ്ങളില്ലല്ലോ. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസവും മാതാവിൻ്റെ വിശ്വാസത്തിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള മേഖലയിൽ മറ്റുള്ള മതസ്ഥർ അവരുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നു. നമ്മുടെ മേഖലയിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത ദൈവം എന്നെ നിയോഗിച്ചുകൊണ്ട് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചതുപോലെയാണ് ഞാൻ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയത്. രക്ഷാപ്രവർത്തനത്തിന് പോയതിൽ 1100ഓളം ആൾക്കാരെ ഞാൻ രക്ഷിച്ചതാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇവരെയൊക്കെ പോയി രക്ഷിച്ചിട്ട് വന്നതാണ്. എൻ്റെ 2 അനിയന്മാരും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു എന്നെ വിളിച്ചത്. പുള്ളി ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പുള്ളിയായിരുന്നു എന്നെ വിളിച്ചത്. പുള്ളിയുടെ സ്ഥലം കൈനേരിയുടെ കിഴക്കേ ഭാഗം കൊടിപ്പുന്ന എന്ന് പറയും. ഇവിടെ കുട്ടനാടിൻ്റെ കിഴക്കേ സൈഡാണ് കൊടിപ്പുന്ന എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഞങ്ങളെ ഇവിടുന്ന് വന്ന് ഈ പ്രളയത്തിന് ആൾക്കാരെ രക്ഷിക്കാനായി കൂട്ടിക്കൊണ്ട് പോയത്. ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇവിടെ വന്ന് കാത്തു നിന്നു. ഞങ്ങൾ ഈ വള്ളം വണ്ടിയെ കയറ്റി നേരെ പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇറക്കി അവിടുന്ന് ഞങ്ങൾ വിട്ട് ചമ്പക്കുളം വഴി കുട്ടനാടൻ സൈഡിൽ കൂടി കൊടിപ്പുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അന്ന് 300ഓളം ആൾക്കാരെ ഞങ്ങൾ അവിടുന്ന് രക്ഷിച്ച് ചങ്ങനാശ്ശേരിയിലെത്തിച്ചു. അന്ന് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ കൊടിപ്പുന്നയിലൊരു ക്യാമ്പിലേക്കായിരുന്നു പോയത്. അവിടുന്ന് 340ഓളം ആളവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങൾ
വള്ളത്തിലേക്ക് എല്ലാം പെറുക്കി കയറ്റി 3-4 ട്രിപ്പായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് എത്തിച്ചത്. വീണ്ടും അവർ അവിടെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് എത്തിയായിരുന്നു. അവിടെ ഞങ്ങൾ ഈ കാര്യത്തിൽ ദൈവം നിയോഗിച്ചാണ്. അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയാണ് ഞങ്ങൾ ആൾക്കാരെയൊക്കെ രക്ഷിച്ചത്. ഞങ്ങൾക്ക് അവിടുത്തെ റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ആ സ്ഥലത്തൊക്കെ ദൈവം അവിടെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുചെല്ലുകയാണ് ചെയ്തത്. കാര്യം അവിടെ ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പോലും ഇല്ലാത്തൊരു സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ വള്ളം അങ്ങ് ഓടി ഓരോ സ്ഥലത്ത് ചെന്ന് ഈ ആൾക്കാരെയൊക്കെ രക്ഷിച്ചു. ഒടിപ്പുന്നെ തന്നെയല്ല, ഞങ്ങൾ നേരെ കഞ്ഞിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം, കാവാലത്തുണ്ടായിരുന്നു, നെടുമുടിയിലുണ്ടായിരുന്നു, പിന്നെ കൈനേരിലുണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ദൈവം അവിടെ കൊണ്ട് എത്തിക്കേണ്ടി ചെയ്തത്. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റാത്ത ഏരിയയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടന്നതൊക്കെ ഞങ്ങളെ അവിടെ കൊണ്ട് ദൈവം എത്തിച്ചിട്ട് അവരെല്ലാം ഞങ്ങൾ രക്ഷിച്ചു. 1100ഓളം ആളുകളെ ഞങ്ങൾ രക്ഷിച്ചു. 6 ദിവസം ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തു വെള്ളമായിട്ട്. ഭക്ഷണമൊന്നും കഴിക്കാതെ അവർ തരുന്ന ബിസ്ക്കറ്റും വെള്ളവും കഴിച്ചൊക്കെയാണ് ഞങ്ങളവിടെ ഈ 6 ദിവസവും ഈ ആൾക്കാരെ രക്ഷിക്കാൻ അവിടെ എത്തിയത്. പിന്നെ അവിടുന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ട, ഞങ്ങളതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ വന്നത്, ഞങ്ങളെന്തായാലും നിങ്ങളെ രക്ഷിക്കാൻ ദൈവം നിയോഗിച്ച് ഞങ്ങളുടെ ജോലി ചെയ്ത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് യാത്രയായത്. സുനാമി വന്ന സമയത്ത് ഞാൻ ഫിഷിംഗ് ബോട്ടിൽ കടലിലായിരുന്നു. അത് എനിക്ക് ശരിക്കും കാണാനൊന്നും പറ്റിയില്ലത്. കാര്യം ഉൾക്കടലിലല്ല ഇത് വന്നത്, തീരക്കടലിലാണ് ഇതിൻ്റെ ഈ സുനാമിയുടെ ആഘാതങ്ങളൊക്കെ ഉണ്ടായി കരയെ വന്ന് അടിച്ചു കയറിയായിരുന്നു ചെയ്തത്. ഉൾക്കടലിൽ നിന്ന് ഞങ്ങൾ കരയെത്തിയപ്പോഴത്തേക്കും ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ ഞങ്ങൾ TV വാർത്തയിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്ന് കരയിറങ്ങുന്നത്. ഞങ്ങൾ മത്സ്യബന്ധനവും കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ സുനാമി കഴിഞ്ഞിരുന്നു. എനിക്കതൊരിക്കലും നേരിട്ട് കാണാൻ പറ്റിയില്ല. ആ സമയം ഞാൻ മുനമ്പത്ത് ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സുനാമി ഉണ്ടായത്. ഞങ്ങൾ പണി കഴിഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസമാണ്, സുനാമി കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഞങ്ങൾ കരയിലെത്തിയത്. അപ്പോഴത്തേക്ക് ഈ കായംകുളം ഭാഗത്ത്, കൊല്ലത്ത് അവിടെയൊക്കെ കടൽ കയറി മരണപ്പെട്ടെന്ന വാർത്ത കേട്ടാണ് ഞങ്ങൾ കരയെത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് നേരിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ കര വന്നാണ് ഇതിൻ്റെ വലിയ അപകടങ്ങളൊക്കെ കാണിച്ച്, പിന്നെ ഈ വെള്ളം കരയിലടിച്ച് കയറിയതും കടൽ ഉൾവലിഞ്ഞ് പോയതും കര വന്നാണ്. ഉൾക്കടലിൽ അത് അറിഞ്ഞില്ല. ഞങ്ങൾ ആ സമയത്ത് ഫിഷിങ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയമായിരുന്നു. സുനാമിയുടെ ഇതിന് ഞങ്ങൾ പിറ്റേ ദിവസം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബോട്ട് കരയെത്തുമ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ബോട്ടുകളൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടിയത്. കായംകുളത്ത് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ആലപ്പുഴയുടെ തീരപ്രദേശത്ത് കടൽ കയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ അവിടെയൊക്കെ നാശനഷ്ടങ്ങളുണ്ടായത്. പണിയെടുക്കുന്ന യാനങ്ങളെല്ലാം ഇടിച്ച് തകർന്നു പോയായിരുന്നു. ആ യാനങ്ങളെല്ലാം ഇടിച്ച് തകർന്നു പോയത് കണ്ടിട്ടാണ് വരുന്നത്. പിന്നെ കടലിലേക്ക് ഇതായതൊന്നും പിറ്റേ ദിവസം കാണിച്ചില്ല. കാര്യം ആൾക്കാർക്ക് ഭയങ്കര ഭയം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സുനാമി എന്ന് കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ഇങ്ങനെ കടൽ വരുന്നതാണ് ഈ സുനാമി എന്ന് കേൾക്കുന്നത് തന്നെ ഈ സുനാമി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു വന്നതാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ബോട്ടുകളെല്ലാം ഇടിച്ചു പൊളിഞ്ഞു പോകുകയല്ലാതെ മരണത്തിൻ്റെ ഇതൊന്നും നമുക്ക് അവിടെ ഉണ്ടായില്ല. നമ്മൾ പണിയെടുത്ത സ്ഥലത്ത് കുഴപ്പമില്ല. ഈ അപകടങ്ങൾ, ഇങ്ങനെയുള്ള അപകടങ്ങളാണ് ഉണ്ടായത്. മരണങ്ങളുണ്ടായത് കായംകുളത്ത് സൈഡിൽ, അഴീക്ക സൈഡിലൊക്കെയാണ് മരണങ്ങളുണ്ടായത്.
അത് വലിയ ഒരു ആഘാതമായ ഒരു കടലടിയായിരുന്നു അവിടെ വന്നത്. നമുക്ക് ഇങ്ങോട്ട് തീരപ്രദേശത്ത് അത്രയും വലിയ ഇതായിട്ടൊന്നും കാണിച്ചില്ല. അങ്ങനെ ദൈവത്തിൻ്റെ കുറച്ച് അനുഗ്രഹങ്ങൾ നമ്മുടെ ഈ തീരപ്രദേശത്ത് അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഇവിടെ വന്നില്ല. ഇവിടെ തൊട്ട് നമ്മൾ വടക്കൻ ജില്ലയിലോട്ടൊന്നും അത്ര പ്രശ്നം വന്നില്ല. കായംകുളം തൊട്ട് അങ്ങോട്ടാണ് സുനാമിയുടെ ഇത്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. കാര്യം ഞങ്ങൾ ആഴക്കടലിൽ മത്സ്യബന്ധനം ചെയ്തപ്പോൾ അവിടെ തിരയൊന്നും അടിച്ചില്ല. തീരക്കടലിൽ വന്നപ്പോഴാണ് ഈ സുനാമിയുടെ തിരയടിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനം ചെയ്ത ബോട്ടുകൾക്കൊന്നും ഒരു അപകടം പറ്റാതെ ഞങ്ങളെല്ലാവരും തിരിച്ച് കരക്കെത്തിയാണ് ചെയ്തത്. ഈ ഒരു സന്ദർഭത്തിന് ദൈവത്തിന് ഈ ജന്മം നന്ദി പറഞ്ഞാൽ തീരിയല്ല. വലിയ അപകടങ്ങളെ നമ്മളെ കാണിക്കാതെ ദൈവം നമ്മളെ കരക്കെത്തിച്ച ദൈവത്തിന് 100,000 നന്ദിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സുനാമി വന്ന സമയത്ത് നമ്മൾ വീട്ടുകാർ ആകെ വിഷമിക്കുകയായിരുന്നു. ആകെ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ നേരെ ബോട്ട് കരയെത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് നമ്മൾ പറഞ്ഞു, വിഷമിക്കേണ്ട, അപകടങ്ങളൊന്നുമില്ല, നമ്മൾ കരയെത്തിയിട്ടുണ്ട്, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് നമ്മൾ പിടിച്ചിട്ട് വന്ന മത്സ്യം പോലും കൊടുക്കാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി ചെയ്ത് നമ്മൾ. ഇപ്പോൾ കല്യാണം കഴിച്ച് ഞാനിവിടെ താമസിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥനയും കാര്യമായിട്ടൊക്കെ ജീവിക്കേണ്ട. എൻ്റെ വൈഫിന് ഒരു വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രാർത്ഥിച്ച് ദൈവം അതെല്ലാം മാറ്റി തന്നു. ഭയപ്പെടത്തക്ക ഒരു അസുഖമായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഇതനുസരിച്ച് ഞങ്ങൾക്ക് ദൈവം ആ അനുഗ്രഹങ്ങളൊക്കെ തന്നുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതമായി ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. വൈഫിന് ഇതുപോലെ ഒരു മുഴ പോലെ വന്നിട്ട്, ഈ സൈഡിൽ ഇങ്ങനെ മുഴ പോലെ വന്നിട്ട് ഞങ്ങൾ ചെക്കപ്പ് ചെയ്ത് അത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയും കാര്യമൊക്കെ ആയിട്ട് പോയി ചികിത്സിച്ചു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ അസുഖം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ അസുഖം എടുത്തു മാറ്റി ദൈവം തന്നു. അത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത് പള്ളികളിലൊക്കെ വിളിച്ച് പറഞ്ഞു. അനേകം സഹോദരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആ അസുഖം എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് പാടെ മാറ്റി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുകയാണ്. ജോലി ചെയ്യുന്നുണ്ട്, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ചെറിയ തൊഴിലുകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് മാറ്റിയിട്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു വലിയൊരു വള്ളം വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം എനിക്ക് ദൈവം സാധിച്ചു തന്നു. അപ്പോൾ പണിയൊക്കെ കുറവാണ്, പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ഉള്ള പണിയൊന്നും നടക്കുന്നില്ല. കാര്യം കടലിലെ മീനിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ വള്ളം ഇവിടെ നാട്ടിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ആ തൊഴിലിനെ കാണുന്നത്. കാര്യം എൻ്റെ 20 തൊഴിലാളികളുടെ ജീവിത പ്രശ്നമാണത്. അപ്പോൾ ദൈവം എനിക്ക് മീൻ തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെയുള്ള തൊഴിലാളികളും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ മീൻ കിട്ടാത്ത ഒരു ലഭ്യത കുറവ് കൊണ്ടാണ് ഇവിടെ നാട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഹാർബറിലൊന്നും കൊണ്ടുപോയിടുന്നതിൽ അവിടെയൊക്കെ പോകുന്നതിന് വലിയ ചിലവാണ്, വണ്ടിക്കൂലിയും എണ്ണച്ചിലവൊക്കെ കൂടുന്നതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാറ്റും മഴയുടെ സമയം ഇടവമാസം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹാർബറിലോട്ട് ഇത് കൊണ്ട് അവിടെ ഇട്ടാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം ഒരു തൊഴിൽ എനിക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഇപ്പോഴത്തേക്ക് മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയ മത്തി ചാളയേ ഉള്ളൂ. അപ്പോൾ അത്
ഈ വേറൊരു മീൻ അങ്ങനെ ഇല്ല, കണ്ടിന്യൂട്ടൊരു മീനില്ല. സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം സീസൺ കഴിഞ്ഞിട്ട് ആകെയുള്ള ഒരു സാധനം ഈ മത്തിയാണ് കടലിലുള്ളത്. പിന്നെ മറ്റുള്ള മത്സ്യങ്ങൾ വളരെ അപൂർവമാണ്. പിന്നെ ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും തട്ടിമുട്ടി ജീവിച്ച് പോകുന്നത്. മറ്റുള്ള പണിക്കാരൊന്നും പോകണില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ പൊന്തുവലയെന്നും പറഞ്ഞ് ഇടുന്നവരും ചെറിയ വള്ളങ്ങളും മാത്രമേ കടലിൽ പോകുന്നുള്ളൂ. വലിയ വള്ളങ്ങൾക്കൊക്കെ പിന്നെ പണി മോശമായിട്ടവർ കടലിൽ പോകാതെ എല്ലാവരും ഹാർബറുകളിലും കായലുകളിലൊക്കെ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. കാര്യം ഈ വർഷത്തിന് പൊതുവെ തന്നെ മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ചെമ്മീനാണെങ്കിലും വലിയ മത്തികളാണെങ്കിലും അയിലാണെങ്കിലും വളരെ കുറവാണ്. മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടത്തിലാണ് ജീവിതം. പിന്നെ തട്ടിയും മുട്ടിയൊക്കെ ഉള്ള ഈ പണിയെടുത്താണ് ഇവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ വേറുള്ള ഒരു തൊഴിൽ മേഖല ഞങ്ങളാരും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ 99% ഞങ്ങൾ മത്സ്യബന്ധനം കൊണ്ടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ 1% ആൾക്കാരാണ് മറ്റുള്ള പണിക്ക് ജീവിതമാർഗം മുട്ടുമ്പോൾ മറ്റുള്ള പണിക്കൊക്കെ പോകുന്നത്. അല്ലാതെ ഇവിടെ വേറൊരു തൊഴിൽ മേഖലയായിട്ടൊന്നും ഇവിടെ നമുക്കില്ല ഇത്. അപ്പോൾ ഇവിടുത്തെ ജീവിത രീതിയൊക്കെ ഇങ്ങനെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം ഭയങ്കരമാണ്. കാര്യം അവർ പള്ളിയായാലും മറ്റുള്ള മതസ്ഥര അവരുടെ വിശ്വാസം കടലിൽ പോകുമ്പോൾ ദൈവത്തെ വിശ്വാസം ഭയങ്കരമായിട്ട് വിശ്വസിച്ചാണ് പോകുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ ദൈവമേ എന്നും പറഞ്ഞാണ് ഇവിടുന്ന് കൂടുതലും ഞങ്ങൾ കരയിൽ നിന്ന് വള്ളങ്ങളെല്ലാം തള്ളി കടലിലോട്ട് പോകാറ്. അപ്പോൾ ആ വിശ്വാസത്തിന് ഇവിടെ ഒരു കുറവുമില്ല. എല്ലാവരും ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ കിടക്കുന്ന എല്ലാവരും ഭയങ്കര ദൈവവിശ്വാസത്തിലാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. കാര്യം ഒരു അപകട മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഏത് നിമിഷവും കാലാവസ്ഥ മാറാം, എന്തും സംഭവിക്കാം, കടൽക്ഷോഭം ഉണ്ടാകാം. ഇപ്പോൾ ഒരു കള്ളക്കടൽ എന്നും പറഞ്ഞ പ്രതിഭാസങ്ങളൊക്കെ വരുന്നു, പെട്ടെന്നൊരു കാറ്റും മഴയും വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അത് കാത്തു പരിപാലിച്ച് ഞങ്ങളെ തിരിച്ച് കരക്കെത്തിക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ എല്ലാവരും ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത്. പ്രാർത്ഥിക്കാതെ ആരും കടലിൽ പോകാറില്ല. ഇവിടെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഏത് മതസ്ഥർ വന്നാലും നമ്മളോട് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്താണ് ഇവർ പോകുന്നത്. ഈ ഇത്രയും ഇതിൽ നമ്മൾ മത്സ്യം പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ദൈവം വരുത്തിയിട്ടില്ല. ആ ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം എല്ലാ കാര്യവും നടത്തി തരികയാണ്. ആ ദൈവത്തിന് 100,000 നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.